ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ ഞാൻ വീണ്ടും വന്ന് നിൽക്കുന്നു. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചപ്പാത്തിക്കുള്ള കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. മാറി മാറി പലതരം കറികൾ പരീക്ഷിക്കുക എന്നുള്ളതാണ് ആവശ്യം. എന്നും ഒരേ സ്റ്റീരിയോ ടൈപ്പായിട്ട് അല്ലെങ്കിൽ 1, 2, 3, 4 കറികൾ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്നും ആകുമ്പോൾ ഒരു മടുപ്പാണല്ലോ. അപ്പോൾ എന്നും വെറൈറ്റീസ് കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ചപ്പാത്തി കറികൾ ഉണ്ടാക്കി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് ആയി മാറാൻ അത്. അപ്പോൾ ഒരു ചപ്പാത്തിക്ക് ഒരു കറി എന്ന് പറഞ്ഞതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് 2 കറികൾ, 2 കറിയും ഒന്നിച്ചുണ്ടാക്കണ്ട, 2 ദിവസമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഞാനിപ്പോൾ പക്ഷേ ഒന്നിച്ചുണ്ടാക്കി കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നിച്ച് മീൻസ് 2 കറിയും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നു. ആ കറികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട്, അതായത് പച്ചക്കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട. അറ്റ് ദ സെയിം ടൈം പച്ചക്കറി വേണമെങ്കിൽ ഇടാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബോംബെ ചട്നി എന്നും പറയും, ബോംബെ ചട്നി എന്ന് പറയും, ബോംബെ കുറുമ എന്ന് പറയാം. ഓക്കെ, അതായത് അങ്ങനത്തെ ഒരു കുറേ കാലങ്ങളായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഒരു പെക്യൂലിയർ ടൈപ്പ് ഓഫ് കറിയാണിത്. അതിൽ പച്ചക്കറി ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ് ബോംബെ ചട്നി അല്ലെങ്കിൽ ബോംബെ കുറുമ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് മാത്രമല്ല, പൂരി ചപ്പാത്തി കൂടാണ്ട് ഇഡ്ഡലിക്കും നല്ലതാണ്, ദോശയ്ക്കും നല്ലതാണ്, എല്ലാത്തിനും പറ്റിയൊരു കോമൺ കറിയായിരിക്കും. അപ്പോൾ അതാദ്യം ഞാൻ ഉണ്ടാക്കാൻ പോണു. ഓക്കെ, ബോംബെ കുറുമ എന്ന് ഞാൻ അതിന് പേരിടുന്നു. നമുക്ക് ആ ഒരു സ്പെഷ്യൽ കുറുമ ഉണ്ടാക്കാം. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. ഇല്ലാതെയും ചെയ്യാം. ടൊമാറ്റോ, സവാള ആണ് മെയിൻ. ടൊമാറ്റോ ഒക്കെ പേരിന് വേണ്ടി, സവാള കുറച്ച്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് ചേർക്കുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, കടലമാവ് ഒരു പ്രധാന കാര്യമാണ്. ബേസിൻ പൗഡർ, കടലമാവാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ബോംബെ കുറുമ ഉണ്ടാക്കാം. ബോംബെ ചട്നി ഓർ ബോംബെ കുറുമ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാകാനായിട്ട് വെച്ചു. ഇതിലിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് നട്ട് ഓയിലാകാം, കപ്പലണ്ടി എണ്ണയോ ഏതായാലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് നട്ട് ഓയിൽ വളരെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ താളിക്കാം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെന്താ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ആകാം വേണമെങ്കിൽ, ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ്. അതുപോലെ കടലപ്പരിപ്പ്, അതും 1 ടേബിൾ സ്പൂൺ ചേർക്കണം. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി കിടന്നത് മൂക്കട്ടെ. ഇനി വറ്റൽമുളക്. ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി 1 ടേബിൾ സ്പൂണോളം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക്. ഇത് പെട്ടെന്നാകും കേട്ടോ, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആഹാ, നല്ല മണം. ഇതെല്ലാം കൂടി കിടന്ന് മൂക്കുന്ന ഒരു സ്പെഷ്യൽ മണം. ഇനി ഇതിലേക്ക് സവാള, ഒരു 2 മീഡിയം സൈസിലെ സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം ചെയ്യാം. ഉള്ളി റെഡിയാകുന്ന സമയം കൊണ്ട് ഇച്ചിരി കടലമാവ് കലക്കി വയ്ക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതിലേക്ക് 1 കപ്പ് വെള്ളമുണ്ട്. നന്നായിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വാടി കുഴഞ്ഞ് വരുന്ന ഈ ഒരു പാകം. ഈ ടൈമിൽ ടൊമാറ്റോയും കൂടി ചേർക്കാം. ഇത് 1 ടൊമാറ്റോ, മീഡിയം സൈസോ വലുതായാലും ഒന്നും കുഴപ്പമില്ല. 1 ടൊമാറ്റോ, ഒരു ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കേട്ടോ ഞാൻ സവാളയും ടൊമാറ്റോയും എല്ലാം അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കടലമാവ് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, ടൊമാറ്റോ, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഒരു വഴറ്റ്. ബ്രൗണൊന്നും ആകേണ്ടത് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം കൂടെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ആലോചിച്ച് നോക്കൂ, ഒരു പച്ചക്കറി ഇല്ലെങ്കിലും നമുക്കൊരു കുറുമ തയ്യാറാക്കാം. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കടലമാവ് മസ്റ്റായിട്ട് വീട്ടിലുണ്ടാകണം, അത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് ചാറിയോ, ഫാസ്റ്റ് വർക്ക്. ടൊമാറ്റോ ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്, കുറച്ച് 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഏതാണ്ട് വാടി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകും. മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കണം. ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഏതാണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ചേർന്ന് നല്ലതായിട്ട് കമ്പൈൻഡായി. ഇതിൽ ഞാൻ ഗാർലിക്ക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി ഒരു 2-3 അല്ലി വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം. നമ്മൾ ഇഞ്ചി അരിഞ്ഞ കൂട്ടത്തിൽ ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ കലക്കി 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇതും കൂടി ഇതിനകത്തേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം.
കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം റെഡിയാക്കി കയ്യിൽ റെഡിയായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇത് വീണ്ടും 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് വെള്ളം കടലമാവിൽ കലക്കി ഒഴിച്ചു, അല്ലാണ്ട് ഒരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഓവറായിട്ട് കുറുകാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതേ നോക്കി നല്ല കുറുകിയല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് കൂടി ചേർക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ കുറച്ചുകൂടി വേണമെങ്കിൽ ഇനി വേണമെങ്കിലും ചേർക്കാം. ഇതിലിപ്പോൾ ടൊമാറ്റോയുടെ ഒരു ചെറിയ പുളിയുണ്ട്. അല്ലാണ്ട് ഒരല്പം നാരങ്ങാ നീരും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂണോ 3 ടീസ്പൂണോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പുളി വേണം അതനുസരിച്ചിട്ട് നാരങ്ങാ നീര്. അല്ലെങ്കിൽ ടൊമാറ്റോയുടെ അളവ് കൂട്ടുക. ഒരു ടൊമാറ്റോ എന്നുള്ള 2 ടൊമാറ്റോ ആക്കാം. എന്നാൽ നാരങ്ങാ നീര് ഒഴിവാക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർക്കുന്നു. അപ്പോൾ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ ഓർ 1.5 ടീസ്പൂൺ അത്രയൊക്കെ മതിയാവും. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ദാറ്റ് ഈസ് 1.5 ടീസ്പൂൺ. പുളി നോക്കിയിട്ട് ചേർക്കുക. ഇപ്പം നന്നായി തിളച്ച് കഴിഞ്ഞു. അദ്ദേഹം ഓക്കെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ബോംബെ കുറുമ വിത്തൗട്ട് വെജിറ്റബിൾസ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ ഇടാം കേട്ടോ. ക്യാരറ്റൊക്കെ വേവിച്ചത് ഇടാം. ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ് എന്താണെങ്കിലും ചേർക്കാം. ഞാനിനി ഇതിലേക്ക് ഒരല്പം, അതായത് ഒരു 1/4 ടീസ്പൂണെന്ന് തന്നെ പറയാം. ഇത്രയും തന്നെ വേണ്ട, 2 നുള്ളു, 1/4 ടീസ്പൂണിൻ്റെയും പകുതി എന്ന് പറയാം കായപ്പൊടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണം നിർബന്ധമില്ല, ചേർത്താൽ നല്ലതായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കാൻ പോകുന്നു. നിർബന്ധമില്ല, അതും ഓപ്ഷണലാണ്. അത് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതിപ്പോൾ ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കുറുകി പോകാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം. വീണ്ടും 1/2 കപ്പ് 1 കപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതനുസരിച്ച് ഉപ്പുമൊക്കെ ക്രമീകരിക്കുക, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് നമ്മൾ പറയില്ലേ, അതായത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കാൻ പോകും. മല്ലിയിലയും കൂടി ഇടുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് കുറച്ചുകൂടി ഹൈലൈറ്റഡ് ആകും. അങ്ങനെ നമ്മുടെ ബോംബെ ചട്നിയോ ബോംബെ കുറുമ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു കുറുമ തയ്യാറാക്കാമെന്ന് മനസ്സിലായല്ലോ. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി വേണമെന്നില്ല, ഇത്രയും കാര്യങ്ങൾ. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കുക. സിമ്പിൾ. കടലമാവ് ഉണ്ടായിരുന്നാൽ മതി. എന്ത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കുറുകിയ വെരി നൈസ്. ഇനി അടുപ്പിൽ നിന്ന് മാറ്റുന്നു. ഇനി നമ്മൾ 2ാമത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നു. അതൊരു ടൊമാറ്റോ കുറുമയാണ്. അതും സിമ്പിൾ, വേറെ ഒന്നും വേണ്ട. ടൊമാറ്റോ, സവാള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ മതി. പക്ഷേ ഈ ടേസ്റ്റിൽ നിന്നും വളരെ വ്യത്യാസമായിരിക്കും ആ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസിയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, ഇതിൻ്റെ കട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേട്ടോ, അപ്പോൾ ഒരു പ്രശ്നമില്ല. നല്ല 1-ാം തരം കുറുമ റെഡി. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചപ്പാത്തിക്കൊരു കറി എന്ന് പറഞ്ഞെങ്കിലും ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും പറ്റും. നോ വെജിറ്റബിൾ കുറുമ എന്ന് തന്നെ പേരിടാൻ. ഓക്കെ, നൈസ്. അപ്പോൾ ഇനി അടുത്ത കുറുമ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഒരു 1/2 കപ്പ് തേങ്ങ, അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, അതോടൊപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ പൊരികടല. പൊരികടല എന്ന് പറഞ്ഞാൽ മിക്സ്ചറിനകത്ത് കിടക്കുന്ന ഒരു കടലയാണ്. നമുക്കറിയാമല്ലോ, മാലാട് പോലെയുള്ള സ്വീറ്റൊക്കെ ഉണ്ടാക്കുന്ന ഈ പൊരികടലയിലാണ്. അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ കുറുമയുടെ തേങ്ങയുടെ കൂട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ബൗളും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിരിക്കട്ടെ. ഇനി നമുക്ക് ടൊമാറ്റോ കുറുമ ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ടൊമാറ്റോ കുറുമയ്ക്ക് വേണ്ട കാര്യം റെഡി. കുറുമയ്ക്ക് എന്താ വേണ്ടത്? ടൊമാറ്റോ ഉണ്ട്, സവാളയുണ്ട്, പച്ചമുളക്, ഇഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ. ഇതും ഏത് തരം എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണയിലും ആകാം. എന്നിട്ട് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകട്ടെ.
1 ടീസ്പൂൺ കടുകിടാം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ആദ്യം ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് ഇങ്ങനെ സ്ലൈസസ് ആക്കിയത്. ഇതും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കുറുമയാണ്. സോ ഈസി, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ടൊമാറ്റോ കുറുമ അരപ്പ് ആദ്യമേ അരച്ച് വയ്ക്കുന്നു, ബാക്കി കാര്യങ്ങൾ ഇതുപോലെ വഴറ്റി ചേർക്കും. അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറുതായി കളർ മാറാൻ തുടങ്ങുന്നു, പച്ചമുളകൊക്കെ വാടി നന്നായിട്ട്. ഒരു 2 വലിയ സവാള ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഇത് ചെറുതും വലുതുമായിട്ടുള്ള സവാളയായിരുന്നു. ഞാൻ 2 വലിയ സവാളയ്ക്ക് പകരം 4 ചെറിയ സവാളയാണ് എടുത്തത്. അതിനെ ഓരോന്നിനെയും ഹാഫ് സ്ലൈസസ് ആക്കി. അതുകൊണ്ടാണ് കഷ്ണങ്ങൾ കുറച്ചുകൂടി ചെറുതായിട്ടിരിക്കുന്നത്. ഇതൊന്ന് വാടട്ടെ, കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരു പകുതി വാടി തുടങ്ങി, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാതെ. ബ്രൗണൊന്നും ആകണ്ട, നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് അത്ര മതി. നന്നായിട്ട് വാടിക്കുഴഞ്ഞ് വരട്ടെ. ഉള്ളിയുടെ കളറ് മാറാൻ തുടങ്ങുന്നു, വാടിക്കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വലിയ 2 ടൊമാറ്റോ, അതും ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ടൊമാറ്റോ ചെറുതായിട്ട് വാടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോകുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ. കുമിച്ച് വേണ്ട, ലെവലായിട്ട് എടുത്താൽ മതി. 2 പച്ചമുളക് ഓൾറെഡി ചേർത്തു. എന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരി വലിയ പച്ചമുളകായിരുന്നു, ചെറുതാണെങ്കിൽ ഒരു 3 or 4 ആകാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മതിയാകും. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി വേണ്ടത് കുറച്ച് ഗരം മസാല പൊടി. പെരിഞ്ചീരകം നമ്മൾ ഓൾറെഡി അരച്ച് കഴിഞ്ഞു തേങ്ങയുടെ കൂടെ. ഇത് ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ ആകാം. ഒരുപാട് ഗരം മസാലയുടെ മണം കയറി നിൽക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ്, അതിൻ്റെ കൂടെ ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്തു. ഇത് കുറച്ചുകൂടി കുറുകും, കാരണം പൊട്ടുകടല തിക്കനിങ് ഏജൻറ്റാണ്, കുറുകി വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം എന്തായാലും ഒഴിക്കാം. അപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പൊക്കെ നോക്കണം, കുറച്ച് ഉപ്പും കൂടി ചിലപ്പോൾ വേണ്ടി വരും. നല്ലൊരു തിള വരട്ടെ. അപ്പോൾ ഇത് കുറുകി വരും. അല്പം ഉപ്പും കൂടി ചേർക്കാൻ പോകുന്നു. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ആ ഒരു ടൊമാറ്റോയുടെയൊക്കെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകും. നന്നായിട്ട് തിള വന്നു തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റ് തിളക്കട്ടെ, അപ്പോഴത്തേക്ക് ഇത് കുറുകും. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അങ്ങനെ ടൊമാറ്റോ കുറുമ ഈസ് ഗെറ്റിംഗ് റെഡി. ഓൾമോസ്റ്റ് റെഡി എന്ന് തന്നെ പറയാം. മീഡിയം സൈസായിരുന്നു കേട്ടോ, അത്ര വലുതല്ല, മീഡിയം സൈസിലെ 2 ടൊമാറ്റോ ആണ്. അത് ഓവർ പുളിയുള്ളതല്ലായിരുന്നു. പക്ഷേ നല്ല പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ ഒരു വലുത് ചേർത്താലും മതിയാകും. ഇതേ കുറേ മല്ലിയില, ഇഷ്ടംപോലെ മല്ലിയില എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ലാവിഷായിട്ടിടുന്നു. നിർബന്ധമില്ല ഇത്ര വേണമെന്ന്, പക്ഷേ ഇട്ടാൽ ഏത് കറിക്കും ഭയങ്കര ടേസ്റ്റാണ്. നല്ല കുറുകിയ ടൊമാറ്റോ കുറുമ ഈസ് റെഡി. എത്തി ഓഫ് ചെയ്യാം. ഈ ഒരു സിമ്പിൾ കുറുമയാണ്, വിത്തൗട്ട് എനി വെജിറ്റബിൾസ്. അങ്ങനെ ഈസി ആയിട്ട് ടൊമാറ്റോ കുറുമ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിലിനി വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി വേവിച്ച് വെച്ചിട്ട് മിക്സ്ഡ് വെജിറ്റബിൾ ആകാം. അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം വേണമെങ്കിൽ ചേർക്കാം, ക്യാരറ്റ് മാത്രമാകാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ 2 കറികളും നോ വെജിറ്റബിൾ കറീസാണ്. 2 കുറുമയാണ്, 2ഉം പച്ചക്കറി ഒന്നും, ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെ ഒന്നും വേണ്ട. അല്ലാണ്ട് നമുക്ക് സവാള ടൊമാറ്റോ മാത്രം മതി, ബാക്കി വീട്ടിലുള്ള മസാല. അപ്പോൾ ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിൽ മാറ്റട്ടെ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. അതെ, അത്യാവശ്യം കുറുകിയ ചാറോടുകൂടിയുള്ള ടൊമാറ്റോ കുറുമ. മുളക് പൊടിയുടെ അളവ് ഇതിലും കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ കളറ് ഈ ഓറഞ്ച് റെഡ് കളറാവില്ല, കുറച്ചുകൂടി യെല്ലോ ടോണായിട്ട് വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 4 to 5 പീപ്പിളിന് കഴിക്കാൻ അത്രയും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും അളവുണ്ട്. അങ്ങനെ അടിപൊളി 2 കറികൾ റെഡിയായി കഴിഞ്ഞു. ടൊമാറ്റോ കുറുമ ആൻഡ് ബോംബെ കുറുമ. അപ്പോൾ നോ വെജിറ്റബിൾ കുറുമാസാണ് ഇത് രണ്ടും. ഇത് ചപ്പാത്തിക്ക്, പൂരി, ഇഡ്ഡലി, ദോശ, ആപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിഭാരം എളുപ്പമാകും. പച്ചക്കറി ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് എപ്പോഴും തട്ടി കൂട്ടാൻ പറ്റിയൊരു കാര്യമാണ്. ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടലമാവ് എപ്പോഴും വീട്ടിൽ വെച്ചോളൂ കേട്ടോ, റിസർവിൽ. അതുപോലെ ഈ പൊട്ടുകടല ഉണ്ടെങ്കിൽ സംഗതികളെല്ലാം എളുപ്പമാണ്. തേങ്ങ ഇല്ലെങ്കിൽ പോലും പൊട്ടുകടല മാത്രം വെച്ചും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വേണമെങ്കിൽ അരച്ച് ചേർത്തിട്ടും കൊഴുപ്പുണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തി ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, അത് കാരണം അങ്ങനെ ഒരു ടേസ്റ്റിങ് പറ്റില്ല. ബട്ട് ഞാൻ അല്ലാണ്ട് കറി എടുത്തിട്ട് ടേസ്റ്റ് പറയാം. ഇത് നമ്മുടെ ബോംബെ കുറുമ. കറക്റ്റ് എല്ലാം കൂടെ ചേർന്ന് കറക്റ്റ് എരിവ് എല്ലാം ഓക്കെയാണ്. ആൻഡ് നൗ നമ്മുടെ ടൊമാറ്റോ കുറുമ. എനിക്ക് തോന്നുന്നു ടൊമാറ്റോ കുറുമയ്ക്ക് പുളി കൂടുതലായിരിക്കില്ലല്ലോ കേട്ടോ. പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സ്പൈസസ്. അത്യാവശ്യം സ്പൈസി ടൈപ്പായിട്ടും ചെയ്യാം, ലെസ് സ്പൈസി ആയിട്ടും ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ 2 കറിയും മാറി മാറി പല ദിവസങ്ങളായിട്ട് ഉണ്ടാക്കി നോക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഒരെണ്ണം ഉണ്ടാക്കുക, ഒരു ദിവസം ഒരെണ്ണം ഉണ്ടാക്കുക. ഇതിപ്പോൾ തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ അത്രയും സിമ്പിളാണ്. ബിക്കോസ് ഇൻഗ്രീഡിയൻസും അത്രയും അവൈലബിൾ, വീട്ടിൽ ഇപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയോളൂ. സന്തോഷമായില്ലേ? പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് തരണം, മറക്കണ്ട. അപ്പോൾ സന്തോഷം, വളരെ സന്തോഷം തോന്നുന്നു. കാര്യം എപ്പോഴും ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും മാറി മാറി പലതരം കറികൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊരു കറി, അപ്പത്തിനൊരു കറി, എന്താണെങ്കിലും കറീസ് എന്ന് പറയുമ്പോൾ ചോറിനാണെങ്കിലും നമുക്കൊരു പരീക്ഷണങ്ങളും എക്സ്പെരിമെൻ്റലായിട്ടും വെറൈറ്റീസും ചെയ്യാനും കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഓക്കെയാണ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.